ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് പഞ്ചാബിൽ നിന്നുള്ളൊരു മലയാളി ഫാമിലിയാണ്. അപ്പോൾ ഏഞ്ചൽ എന്നാണ് നമ്മുടെ ഈ കുട്ടിയുടെ പേര്. ആള് 2022-23 നമ്മുടെ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സക്സസ്ഫുള്ളി പഞ്ചാബിൽ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ചണ്ഡീഗഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ആണ്. അപ്പം ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും അധികം വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഓൺലൈനായിട്ട് തന്നെയായിരുന്നു ബെർലിനിലെ കൂടുതലും പരിചയം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഫാമിലി എല്ലാവരും പഞ്ചാബിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മളെ ക്യാമ്പസൊക്കെ ഒന്ന് കാണാനും ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഒക്കെ ആയിട്ട്. നമുക്ക് നമ്മുടെ ഏഞ്ചലിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ഏഞ്ചൽ, ഹായ്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് ഏഞ്ചൽ ലാലു. ഞാൻ പഞ്ചാബിലാണ് താമസിക്കുന്നത്. ഞാൻ ബ്രില്യൻ്റിൽ 2022 റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻട്രൻസ് എഴുതി ഇപ്പം എനിക്ക് ചണ്ഡീഗഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പം സെക്കൻഡ് ഇയറിലാണ്. ഇപ്പം എനിക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇവിടെ നാട്ടിലോട്ട് വന്നു. അപ്പം ബ്രില്യൻ്റ് ക്യാമ്പസ് ഇതുവരെ കണ്ടിട്ടില്ല, ഓൺലൈനായിട്ടായിരുന്നു എല്ലാം. അപ്പം ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സിനൊക്കെ കണ്ടു, ടീച്ചറിനെ കണ്ടു, ഇപ്പം ക്യാമ്പസൊക്കെ കണ്ടു. ഇത് എൻ്റെ പപ്പ, ഇത് മമ്മി, ഇത് എൻ്റെ സിസ്റ്റർ. എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ ചേർന്നിട്ടുണ്ട്. ആളുടെ സിസ്റ്ററിന്റെ പേരും കൂടെ? എൻ്റെ സിസ്റ്ററിന്റെ പേര് ആൻ മേരി ലാലു. ഓക്കെ. അവളിപ്പം ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഇന്ന് തൊട്ട് പ്രിപ്പറേറ്ററി ക്ലാസ് തുടങ്ങുവാണ്. ഓക്കെ. എൻ്റെ പേര് ലാലു സെബാസ്റ്റ്യൻ. ഞാൻ ചണ്ഡീഗഡിൽ 28 വർഷമായിട്ട് ചണ്ഡീഗഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു MNC കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ പേര് ലാലി ലാലു. ഞങ്ങൾ വർഷങ്ങളായിട്ട് 28 വർഷമായിട്ട് അവിടെ തന്നെയാണ്, ചണ്ഡീഗഡിലാണ്. അപ്പം ഇവിടുത്തെ ബ്രില്യൻറ്റിനെ കുറിച്ച് ഒരാളിൽ നിന്ന് പരിചയപ്പെട്ടു. അപ്പം അവിടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ MBBS ഒക്കെ കഴിഞ്ഞു. അവനിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കുഞ്ഞിനെ ഇവിടെ വിട്ടു. വളരെ നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെ അവളത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ MBBSന് അഡ്മിഷൻ കിട്ടി. ഇപ്പം 2ാമത്തെ വർഷം സെക്കൻഡ് ഇയർ ആണ്. അപ്പം കുറച്ച് ദിവസത്തെ ലീവ് കിട്ടിയതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ ബ്രില്യൻ്റ് കണ്ടിട്ടില്ല. അപ്പം ആ ടീച്ചറിനെയൊക്കെ ഒന്ന് കാണാം, നമ്മളുടെ ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചായിട്ട് ഇവിടെ വന്നത് ഞങ്ങൾ. ഓക്കെ. അപ്പോൾ മോളെ ഏഞ്ചൽ, എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ ഒരു ഓൺലൈൻ റിപ്പീറ്റർ ആ ഒരു ടൈമിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വെച്ചാൽ കൂടുതലും സ്കൂളിങ്ങും കാര്യങ്ങളും എല്ലാം പഞ്ചാബിൽ തന്നെയായിരുന്നു അല്ലേ? അപ്പം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കേരളയിൽ ഓൺലൈനായിട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഒരു ലാംഗ്വേജ് ബാരിയർ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അപ്പോൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ സ്കൂളിംഗ് 10th 12th ഒക്കെ എല്ലാം ചണ്ഡീഗഡിലായിരുന്നു. അപ്പം പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആദ്യം എനിക്കൊരു മനസ്സില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി അങ്ങനെ പറഞ്ഞപ്പം ബ്രില്യൻറ്റിലേക്ക് ചോദിച്ചു. അപ്പം പിന്നെ ജോയിൻ ചെയ്തു. November 10th ആയിരുന്നു സ്റ്റാർട്ട്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ക്ലാസ് നല്ലോണം എല്ലാം മനസ്സിലായി. അപ്പം ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്തു. എല്ലാം വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, ഡൗട്ട് സെഷൻസ് ഉണ്ട്, പിന്നെ ഓൺലൈൻ ക്ലാസ് എല്ലാം വീഡിയോസൊക്കെ നല്ലതായിട്ട് എല്ലാം മനസ്സിലാവും. അപ്പം അങ്ങനെ എല്ലാം കോഴ്സ് തീർന്നു. ഓക്കെ. മോളുടെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു? എൻ്റെ ക്ലാസ് ടീച്ചർ അംബ്ലി മിസ് ആയിരുന്നു. ഓക്കെ. ബാച്ചിന്റെ പേര്? ബാച്ച് D50. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു മോൾക്കുള്ളൊരു അംബ്ലി മിസ്സിന്റെ എന്താ പറയാ, മോളുടെ ഒരു മെന്ററിങ്ങും അല്ലെങ്കിൽ മോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ഒക്കെയാണ് മോൾക്ക് കിട്ടിയത്? എന്തൊക്കെയായിരുന്നു ഈ ഓൺലൈൻ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും? സ്വാഭാവികമായിട്ടും കുറെ പേർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും. ഓൺലൈനാണ്, അതും ഇത്രയും ദൂരേന്ന് പഞ്ചാബിൽ നിന്ന് ഇപ്പം ഓൺലൈനായിട്ട് പഠിക്കുന്നു. അപ്പം ഒരു എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തോ അതോ ഫീൽ ചെയ്തില്ലയോ? എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ക്ലാസ് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ടീച്ചർ വിളിച്ചു, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വീക്ക്ലി 2 days അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും തീർച്ചയായിട്ടും ടീച്ചർ വിളിക്കുമായിരുന്നു. പിന്നെ എന്നെ കൂടാതെ മമ്മിയും വിളിക്കും. പിന്നെ റിസൾട്ടിനെ കുറിച്ച് പറയും, പിന്നെ പഠിക്കാനുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരും. പിന്നെ റിസൾട്ട് ഇച്ചിരി കുറവാണെങ്കിൽ വീണ്ടും ടീച്ചർ പറഞ്ഞു തരും എങ്ങനെ പഠിക്കണം. പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പഠിക്കുന്ന കാര്യമല്ലാതെ തന്നെ അങ്ങനെ മോട്ടിവേഷനും തരും ടീച്ചർ. എപ്പോഴും വിളിച്ച് അങ്ങനെ അഡ്മിഷന് വേണ്ടിയൊക്കെ എല്ലാം പറഞ്ഞു തരും. പറയാൻ. ഓക്കെ. മോള് കൂടുതലും മലയാളം പഠിച്ചത് ഈ ഓൺലൈൻ ബാച്ച് ഒക്കെ ആയി കഴിഞ്ഞിട്ടാണോ കൂടുതലും മലയാളം ക്ലിയർ അങ്ങനെ സംസാരിക്കുന്നത്? ഓൺലൈൻ ബാച്ചിൽ അപ്പം കൂടുതലും മലയാളം പഠിച്ചത് നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ. എന്നാൽ മോൾക്ക് പഠിത്തത്തിനെ അത് ബാധിച്ചിട്ടുമില്ല അല്ലെ? അങ്ങനെ ഒന്നും പ്രശ്നം വന്നിട്ട് എല്ലാം മനസ്സിലാവും, ക്ലാസ്സിലെല്ലാം മനസ്സിലാവുന്നുണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ മാഡം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ? ഇപ്പൊ പാരന്റ്സിന് തീർച്ചയായിട്ടും ഇപ്പൊ മോള് ഫസ്റ്റ് ടൈം ഒരു ഓൺലൈൻ ബാച്ച് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാലും ഇപ്പം കേരളയിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണ്, അങ്ങനെ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ?
അത് തീർച്ചയായിട്ടും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ലാംഗ്വേജ് അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒരു ബോർഡ് വന്നു കഴിഞ്ഞാലും വായിക്കാൻ അറിയില്ല. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല. ഇവിടുത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് എല്ലാ ടെൻഷനും മാറി. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എല്ലാം നന്നായിട്ട് മനസ്സിലായി. പിന്നെ അത് കൂടുതലും നമുക്ക് ആ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അവർ നമ്മളോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ച് ഡൗട്ട് ചോദിച്ച് പിന്നെയും ചോദിച്ച് തരാനുള്ളൊരു അവസരം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് +1 +2 ചേർന്ന്. പക്ഷെ അങ്ങനെ അവിടെ അങ്ങനെയുള്ള ഒരു പ്രതിഭാസങ്ങളൊന്നും കണ്ടില്ല. പഠിച്ചാൽ പഠിച്ചു, പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും ചോദിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തി. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് മെന്റലി സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുറച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും അത് നമുക്ക് ജോർജ് സാറിൻ്റെയൊക്കെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവായിരുന്നു. ക്ലാസ്സസ് ഒക്കെ റെഗുലർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീക്കിലി നമ്മളെ ടെസ്റ്റ് കഴിഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്കിന് മുമ്പ് ഒരു മീറ്റിംഗ്, അതൊന്നും മിസ് ചെയ്യാൻ തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ കാര്യം എല്ലാം നന്നായിട്ട് തന്നെ സാറ് പറഞ്ഞ് എല്ലാം നമുക്ക് മെന്റലി കുഴപ്പമില്ല, ഇച്ചിരി മാർക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് തരും. ഇങ്ങനെ ആയിരുന്നു, ഇത്ര മാർക്ക് കുറഞ്ഞു, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് വന്നത്. കാര്യം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഓൺലൈനിൽ തന്നെ പഠിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു. അവർ കൊച്ചു പഠിച്ചു. പക്ഷെ എന്നാലും അതിന് നമ്മൾ ഫുൾ സപ്പോർട്ട് ഇവിടുന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് അമ്പിളി മിസ് ആണെങ്കിലും അതെ വിളിക്കുമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിക്കും, ടീച്ചർ എന്നെ അങ്ങോട്ട് വിളിക്കും. കുറച്ച് മാർക്ക് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും. അങ്ങനെ ആ ഒരു നമുക്ക് മെന്റലി സപ്പോർട്ട് പൂർണ്ണമായിട്ട് നമുക്ക് തന്നു. സാർ, അപ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതായത് ഇപ്പം മോള് ഇവിടെ കേരളത്തിലെ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ ഓൺലൈനായിട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ബ്രില്യന്റ് ചൂസ് ചെയ്തു? അതും പഞ്ചാബിൽ നിന്നുള്ള ഒരാൾ എങ്ങനെ ബ്രില്യന്റ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? സാർ, എന്നെ സംബന്ധിച്ച് മോളെ കുറിച്ച് പറയാം, ചണ്ഡീഗഡിൽ നീറ്റ് കോച്ചിങ് സെന്ററുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ബ്രില്യൻറ്റിനെ കുറിച്ച് പരിചയമുള്ള ഒരാൾ പറഞ്ഞിരുന്നു, അവിടെ നല്ല സ്റ്റഡിയാണ്, കുഴപ്പമില്ല. പക്ഷേ മോൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല, പറയുമ്പോൾ മനസ്സിലാവും അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ബ്രില്യൻറ്റ് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാവുമോ ഓൺലൈൻ ക്ലാസ്സൊക്കെ. എന്നാലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർക്ക് സന്തോഷമായിരുന്നു, എല്ലാ എളുപ്പമായി തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബ്രില്യൻറ്റ് തന്നെ ചേർത്ത് നല്ല കെയറിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. പഠിത്ത കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും നല്ല കെയറിങ് കിട്ടിയിട്ട്. ഓക്കെ സാർ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആള് ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നോ? അതായത് ഇപ്പം ആള് വീട്ടിൽ തന്നെയാണ്, അപ്പൊ ഫുൾ ടൈം ഉണ്ട്, അപ്പൊ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നതിന്റെ ആ ഒരു ഇടയ്ക്ക് സാറും കാണാറുണ്ടായിരിക്കുമല്ലോ. അപ്പം ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ മോൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നോ? ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ജോർജ് സാറിന്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സൊക്കെ നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ജോർജ് സാർ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും മറ്റുള്ള എല്ലാ സാർമാരും തന്നെ നല്ല രീതിയിലാണ് പെരുമാറിയിട്ടും സംസാരമില്ല. ടീച്ചേഴ്സൊക്കെ വളരെ നല്ല, എനിക്ക് പേര് പറയാൻ അറിയില്ല ആരുടെയും, പക്ഷെ ആ ടീമിലുള്ള എല്ലാ ടീച്ചേഴ്സും വളരെ നല്ല ക്ലാസ്. ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാനും വന്ന് ഇരിക്കുക, വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇത് കാണുമായിരുന്നു എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് കാണാൻ. പാരന്റ്സിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കും. എനിക്ക് പേരറിയില്ല ആക്ച്വലി, ഇൻഡിവിജ്വലി എനിക്ക് പറയില്ല. പക്ഷെ എല്ലാം നന്നായിട്ട് തന്നെ ക്ലാസ് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാനുള്ള ഒരു അവസരം അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. മോൾക്കപ്പം ഇപ്പം ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ വരാം. ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ആംബിയൻസ് അല്ലല്ലോ, അപ്പോൾ ഒരുപാട് ഡൗട്ടൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? നമുക്കിവിടെ വീക്കിൽ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അവിടെ ലൈവായിട്ട് ചോദിക്കാം. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കാം. അപ്പോൾ ടീച്ചർ പ്രൊഫസേഴ്സിന്റെ ഫോൺ നമ്പർ അയച്ചു തരും, അല്ലെങ്കിൽ ഫോൺ നമ്പർ പറഞ്ഞു തരും. അപ്പോൾ അവരോട് ഡയറക്റ്റ്ലി ചോദിക്കാം. പരീക്ഷയ്ക്ക് അടുത്ത സമയത്ത് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ തന്നെ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം പ്രൊഫസേഴ്സിന്. അപ്പോൾ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഓൺലൈൻ ലൈവ് സെഷൻസ് ഉണ്ട്, അതിനകത്തും ചോദിക്കാം. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ആൻസർ കീ വരും, ഡിസ്കഷൻ ക്ലാസ്സസ് വരും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യും. യൂട്യൂബിനകത്ത് ലൈവ് ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പം അതിനകത്ത് എല്ലാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്തും ഡൗട്ട്സ് വരത്തില്ല, അത് നേരെ ക്ലിയർ ആയിട്ട് പോവാം. അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ടെസ്റ്റിന്റെ ആ ദിവസം തന്നെ ഡിസ്കഷൻ ക്ലാസ് വരും ഈവനിങ് ആകുമ്പോഴത്തേക്ക്. അപ്പം ആ ദിവസം തന്നെ അതിന്റെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം.
പിന്നെ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചാൽ ടെസ്റ്റ്, ഇത്രയും ടെസ്റ്റുകൾ ഒരുപാട് വീക്കിലി, ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 15 ഡേയ്സ് 1 മന്ത്ലി ഒക്കെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ വീക്കിലി ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയോജനമാണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഇവർക്ക് കവർ അപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. റെഗുലർ ആയിട്ടുള്ള എക്സാംസ് തീർച്ചയായിട്ടും ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. അപ്പൊ മോൾക്കും അതിനെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് എക്സാംസ് എഴുതുമ്പോൾ അതിന്റെ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആദ്യമൊക്കെ നമുക്ക് വീക്ക്ലി ആയിരിക്കും ക്ലാസ്സും പിന്നെ വീക്ക്ലി ടെസ്റ്റ്, പിന്നെ സിലബസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീക്ക്ലി ഒത്തിരി ടെസ്റ്റ് കാണും. പിന്നെ ലാസ്റ്റ് ടൈപ്പ് എന്നും ഓരോരോ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു നല്ലതായിരുന്നു. അതൊക്കെ റാങ്ക് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റ് വരും, അപ്പോൾ നമുക്ക് തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അറിയാൻ പറ്റും. ഒരു ദിവസം പോലും പുറത്ത് പോയി എക്സാം എഴുതി എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അതായത് ഫുൾ ഓൺലൈൻ, ഇവിടെ തന്ന ടെസ്റ്റ് എഴുതി അത്ര മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ്. പുറത്ത് പോയി ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല. ആ ഒരു ബലത്തിൽ, ആ ഒരു ഇതിൽ തന്നെ പോയി. അതുകൊണ്ട് തന്നെ മോള് ഒരു ഫൈനൽ എക്സാം വന്നപ്പോഴത്തന്നെ ഒരു മോർ കോൺഫിഡന്റ് ഇനഫ് തന്നെ ആയിരുന്നോ? എന്ന് വെച്ചാൽ മോൾക്ക് ഒരു അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഫൈനലൊക്കെ ആയപ്പോഴത്തേക്ക്? ഓക്കെ, ഞാൻ ഇത്ര എക്സാംസ് അറ്റൻഡ് ചെയ്തു, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് മോൾക്ക് ഫീൽ ചെയ്തോ? അതൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ OMR 1 പ്രാവശ്യം പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞു തരും എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, ആദ്യം ഏത് സബ്ജക്ട് എഴുതണം, അതൊക്കെ പറഞ്ഞു തരും. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ പരീക്ഷ ഹാളിൽ ടെൻഷനൊക്കെ വരും, അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റണം, അതൊക്കെ എല്ലാം വീഡിയോസ് യൂട്യൂബിൽ പരീക്ഷയ്ക്ക് ആയപ്പോഴത്തേക്ക് ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതൊക്കെ എല്ലാം പറഞ്ഞു തരുന്നു. പിന്നെ റിപ്പീറ്റേഴ്സ് ആയതുകൊണ്ട് ഒരു പേടി കാണും, പക്ഷെ ആ സമയത്തൊക്കെ എല്ലാം സപ്പോർട്ട്, സ്പെഷ്യലി ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്ന കോളേജിൽ എത്തുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ അത് കേൾക്കുമ്പം ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ട് കിട്ടുന്ന പോലെ മോട്ടിവേഷൻ ആയിരുന്നോ? അതെ. ഓക്കെ. അപ്പൊ മോൾക്ക് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഇവിടെ വന്ന് ക്യാമ്പസ് കാണുന്നത് അല്ലേ? A ബ്ലോക്കും D ബ്ലോക്കും എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ക്യാമ്പസ് കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ക്യാമ്പസ് ഒക്കെ നല്ല, യൂട്യൂബിൽ വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല ക്യാമ്പസ് ഒക്കെയാണ്. പിന്നെ സ്പെഷ്യലി പാല ബേക്കേഴ്സ് ഞാൻ സ്പെഷ്യലി വന്നപ്പോഴത്തേക്ക് കണ്ടു. അതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. റീസെന്റ് ആയിട്ട് ഒത്തിരി വീഡിയോസ് കണ്ടു. പിന്നെ എല്ലാം ബ്ലോഗ്സ് ഒക്കെ കണ്ടു. നല്ലതാ, ക്യാമ്പസ് നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പൊ മാഡത്തിനാണെങ്കിലും മാഡം സാറും ഒക്കെ ഫസ്റ്റ് ടൈം തന്നെയാണ്. അതെ. അപ്പൊ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല നീറ്റ് ആൻഡ് നല്ല കാമാൻ കോയിട്ടായിട്ട് കുട്ടികളും ഒക്കെ എങ്ങനെ അവിടെ വെച്ച് കണ്ടതുപോഴൊക്കെ വളരെ നന്നായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം ഏഞ്ചലിനെ പോലെ തന്നെ ഇതാ അനീതിയും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ എന്താണ് മോളുടെ ഒരു എക്സൈറ്റ്മെന്റ്? ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ഓൺലൈൻ തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എന്താണ് മോളുടെ ഒരു എന്താ പറയാ, ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? എനിക്ക് ചേച്ചിയെ കണ്ടപ്പോഴെനിക്ക് ആഗ്രഹമുണ്ട്, ചേച്ചിയെ പോലെ ആകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ക്യാമ്പസിൽ കാണാറുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ചേച്ചിയെ പോലെ ആകുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ കൂടെ കണ്ടപ്പോഴത്തേക്കാണോ മോൾക്ക് ഇവിടെ ചേർന്നേക്കാം എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നത്? ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക്. ഓക്കെ. അപ്പൊ ചേച്ചിയെ പോലെ ഡോക്ടർ ആവാനാണോ അതോ എഞ്ചിനീയറിംഗ്? എന്താണ് മോളുടെ ഒരു എയിം? എന്താണ്? ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ, മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. അതെന്താ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം? അത് എനിക്ക് ചേച്ചി കണ്ടപ്പോഴാണ് കൂടുതൽ ഡോക്ടർ ആകണമെന്ന് ഒരാഗ്രഹമുണ്ട്. ചേച്ചിയാണ് ഇൻസ്പിറേഷൻ. ചേച്ചിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ മോളും ഇപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ച് ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് +1 +2 കൂടെ നല്ലതായിട്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ചേച്ചി ക്രാക്ക് ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളി മാർക്കോടെ നീറ്റ് ക്രാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ വേറൊരു ഇന്റർവ്യൂ ആയിട്ട് മോളുടെ വരും അല്ലേ? ഓക്കെ. അപ്പൊ ഏഞ്ചൽ, മോള് ആഗ്രഹിച്ച മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നോ ചണ്ഡീഗഡ് എന്നുള്ളത്? അതായത് നാട്ടിൽ തന്നെ പഠിക്കണം എന്നുള്ളത് മോളുടെ ഒരു ആഗ്രഹമായിരുന്നോ? ചണ്ഡീഗഡിൽ അവിടെ ഒരു MBBS ഒരു കോളേജേ ഉള്ളൂ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചണ്ഡീഗഡ്. അപ്പൊ അവിടെ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അത് കിട്ടി. ഓക്കെ. അപ്പൊ അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇയർ കുറച്ചൊരു ടഫ് ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു. പ്രാക്ടിക്കൽസ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് ഒരു 3 വീക്സ് ആയിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് അവിടെ വിന്റർ ബ്രേക്സ് ആണ്, അത് അവധിയിലാണ് നാട്ടിലോട്ട് വന്നത്. അപ്പൊ അവിടെ ഇപ്പം സെക്കൻഡ് ഇയറിൽ ക്ലിനിക്സ് ഒക്കെ തുടങ്ങി, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. അപ്പം ഇപ്പൊ ഇച്ചിരി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് സെക്കൻഡ് ഇയർ. ഹോസ്പിറ്റലിലേക്ക് പോകും, പേഷ്യൻസിനോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ
അത് നല്ലതാണ്. അപ്പൊ ഒരു എക്സൈറ്റിംഗ് ടൈം ആയിരിക്കുമല്ലോ ഇപ്പം. കാര്യം ഒരു ഡോക്ടർ എന്നുള്ളൊരു ലെവലിലേക്ക് ഇപ്പൊ ആൾക്കാരെ പേഷ്യൻസിനെ കാണുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു മോൾക്കൊരു എക്സൈറ്റിംഗ് ടൈം ആയിരിക്കും അല്ലേ? ഇപ്പൊ സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ ഞങ്ങൾ പേഷ്യൻ്റോട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഒരു ഡോക്ടറിന്റെ അത് ഒരു ഫീല് വന്നത്. ഓക്കെ, മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടറിന് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം? അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നോ, അതോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ, അങ്ങനെ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ, അതോ പെട്ടെന്ന് ചെറുപ്പത്തിലെ തന്നെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ ഫീൽഡ് എന്നുള്ളത്? അങ്ങനെ ഇവിടെ വരെ എത്തുന്നൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് എൻട്രൻസ് എഴുതി കിട്ടി. അപ്പൊ അങ്ങനെയാണ് വന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ദാ ആഗ്രഹിച്ച പോലെ തന്നെ നാട്ടിലെ അവിടെ പഞ്ചാബിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ്, ചണ്ഡീഗഡ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ അവിടെ തന്നെ പോയി വരാവുന്ന ഡിസ്റ്റൻസേ ഉള്ളോ? 8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ ഡേ സ്കോളർ ആണല്ലേ, പോയി വരുവാണ്. അപ്പം അതുകൊണ്ട് നമുക്കും എനിക്കൊന്ന് പാരന്റ്സിന് കുറച്ച് ടെൻഷൻ കുറവുണ്ടായിരിക്കല്ലോ, ഇത്ര അടുത്തും കൂടെ കിട്ടിയത് കൊണ്ട്. അതിൽ ഹാപ്പി ആയിരുന്നോ മാഡം സാറും? ഹാപ്പി ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, നല്ലൊരു ഡോക്ടർ ആവട്ടെ. ഇതാ അനീതി ഫുള്ള് ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ചേച്ചിയെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇപ്പതാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതേ ഇൻസ്പിറേഷനിൽ തന്നെ മുന്നോട്ട് പോയി രണ്ട് സിസ്റ്റേഴ്സ് നല്ല അടിപൊളി ഒരു ഡോക്ടർ ആവട്ടെ. ഫാമിലിക്കും ആ നാട്ടിലും എല്ലാവർക്കും എന്താ പറയാ അഭിമാനിക്കാവുന്ന ഒരു ഡോക്ടറായി മുന്നോട്ട് വരിക. അത് കഴിയുമ്പോഴത്തേക്കും പിന്നീടും ഇവിടെ തിരിച്ചു വരണം, ഇടയ്ക്ക് ഇവിടെ വരണം, ഞങ്ങളൊക്കെ കാണാൻ വരണം. ഓക്കെ ഓക്കെ മോളെ. അപ്പം ഓൾ ദ ബെസ്റ്റ്, രണ്ടുപേർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഒപ്പം സർ താങ്ക് യു, മാഡം താങ്ക് യു. ഓക്കെ, എല്ലാ ബ്രില്യന്റ് ഫാമിലിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, മോൾക്ക് എന്താണ് ഫൈനലായിട്ടൊന്ന് പറയാനുള്ളത്? വലിയ താങ്ക്സ്, ബ്രില്യന്റ് ഫാമിലി താങ്ക്സ് മാത്രം അത് പറയണം. ഓക്കെ, താങ്ക്സ് ടു ഓൾ ദ വ്യൂവേഴ്സ്. ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഇതുപോലെ MBBS എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.